അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് പതിയെ ഇരുന്ന് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് ബക്രീദ് ആവാനായില്ലേ. എന്തായാലും ഇതെന്തോ പോസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ. അതാണ് ഇത് ഈ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും കാണണേ. പെരുന്നാൾ രാവ് മുതൽ പെരുന്നാൾ വരെ. ക്യാപ്ഷൻ പോലെ തന്നെ പെരുന്നാൾ രാവിലെ തുടങ്ങി പെരുന്നാളിൻ്റെ വൈകുന്നേരം വരെയുള്ള എൻ്റെ റൂട്ടീനൊക്കെ ഇതിലുണ്ട് കേട്ടോ. പെരുന്നാൾ തലേന്ന് നമുക്കറിയാമല്ലേ, ഈ വർഷം 29 നോമ്പാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ പെരുന്നാൾ തലേന്ന് ഉണ്ടാക്കിയ പലഹാരം നെയ്പ്പത്തലും പത്തിരിയായിരുന്നു കേട്ടോ. പത്തിരി ഉണ്ടാക്കിയതൊന്നുമല്ല, ഇപ്പാക്ക് ഇവിടെ പൊരിച്ചത് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് പത്തിരി ഉണ്ടാക്കിയതാണ്. അതിനുശേഷം എന്നും പെരുന്നാളിനുള്ള പോലെ തന്നെ ഹസ്ബൻഡ് പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ പാലക്കാട് ചന്ദ്രനഗറിനടുത്തുള്ള എക്സ്പാൻഷനിലാണ് കേട്ടോ പോയത്. കുറേ ദിവസമായി ഈ ഷോപ്പിനെ കുറിച്ച് കേൾക്കുന്നു കേട്ടോ. താത്തയുടെ മോനെ ഹാഷിം അവൻ കുറേ പറയുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അവിടെ പോയി പർച്ചേസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്തായാലും ഈ ഈദുൽ ഫിത്തർ അതിൽ ഇക്കടെ പർച്ചേസ് ഇവിടെ നിന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടോ. അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഷർട്ടൊക്കെ ചൈനീസ് കോളറായിരുന്നു, അത് ഇക്ക ഇടാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പാൻസും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. എന്തായാലും വെറൈറ്റി കണ്ട് കുറച്ച് നേരം അതൊക്കെ അതെടുത്താലോ എന്നൊക്കെ നോക്കി നിന്നെങ്കിലും ആസ് യൂഷ്വൽ പാൻറ്റും ഷർട്ടും ദെൻ ജീൻസും തന്നെയാണ് കേട്ടോ ഫൈനലി സെലക്ട് ചെയ്തത്. ഈ ഒരു ഷർട്ട് ഞാൻ ഇക്കാനോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. നോക്കുമ്പോൾ അത് എന്തോ കംഫർട്ടബിൾ ആയില്ല. ഇതാണ് കേട്ടോ ഇക്ക പർച്ചേസ് ചെയ്ത പാൻസ് ആൻഡ് ഷർട്ട്. അങ്ങനെ എല്ലാവർക്കും മൊബൈലിൽ ഈദ് മുബാറക്ക് വന്നു. ഞാൻ പോയി വന്ന ശേഷം ഞാൻ ആദ്യം ഉണ്ടാക്കിയ കറി കായച്ചാറാണ് കേട്ടോ. എല്ലാവർക്കും കായച്ചാറിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാ പച്ചക്കറികളും ദെൻ മട്ടൻ്റെ എല്ലും കൊഴുപ്പ്, ചിലവർ മട്ടൻ്റെ മാംസം തന്നെ ഇടുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ കായച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്താ തലേ ദിവസം ഉണ്ടാക്കുക വെച്ചാൽ ഒന്ന് പിറ്റേ ദിവസം സമയം കിട്ടില്ല, പിന്നെ ഒന്ന് ഇത് തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നട്ടപ്പാതിരയ്ക്ക് ഇറച്ചി വാങ്ങാൻ പോയതിൻ്റെ ഒരു സീനാണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത്. ഇറച്ചി മേടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ മറന്നിട്ട് വന്നിട്ട് എന്നെയും കൊണ്ട് പോയതാണ്. മൈലാഞ്ചി ഇടുന്ന അവിടെ നിന്ന് ഞാൻ അങ്ങനെ മട്ടൻ മേടിക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ പെരുന്നാളിന് ആദ്യമായി ഞാൻ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടോ. മൈലാഞ്ചി ഇട്ടിട്ട് അതിൻ്റെ സിറപ്പ് ഒഴിക്കാൻ മറന്നാലും നന്നായി ഒട്ടിപ്പിടിച്ചിരുന്നു. അതൊക്കെ അത്യാവശ്യം നീക്കി ദെൻ ഒട്ടും വൈകാതെ ഞങ്ങൾ ഈദ്ഗാഹിനായി പോയിട്ടോ. ഞങ്ങളുടെ അവിടെ 7 മണിക്കായിരുന്നു കേട്ടോ നിസ്കാരം പറഞ്ഞത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 7:10 നിസ്കാരം സ്റ്റാർട്ട് ചെയ്തു. ദെൻ അവിടെ നിന്ന് കിട്ടിയൊരു ജ്യൂസ് കുടിച്ച് നേരെ അടുക്കളയിലേക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോയി കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം 2 ബിരിയാണി ഒരേ സമയം ഉണ്ടാക്കുകയാണ്. മൈലാഞ്ചി ഇട്ട കഥ പറയുമ്പോൾ എനിക്ക് മൈലാഞ്ചി നന്നായി ഇടാൻ അറിയാമല്ലോ കേട്ടോ. ബേസിക്കലി എനിക്കറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും. എൻ്റെ താത്തയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഉറങ്ങിയാൽ പോലും എൻ്റെ കൈ പിടിച്ച് മൈലാഞ്ചി ഇട്ട്, ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടെന്ന് പോലും ഞാൻ അറിയുന്നത് കേട്ടോ. എന്തായാലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ എൻ്റെ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ താത്താടെ മക്കളൊക്കെ ഇട്ട് തരാറുണ്ട്. എന്തായാലും നമ്മൾ ഒരേ സമയം തലശ്ശേരി ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പാലക്കാടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ 2 ബിരിയാണി? ഒന്ന് എന്ന് പറയുന്നത് എൻ്റെ നെയ്ബേഴ്സ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. സോ പെരുന്നാളിന് ഞാൻ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവർക്കിഷ്ടം പാലക്കാടൻ ബിരിയാണിയാണ്. സോ അതിന് പാലക്കാടൻ ബിരിയാണി വെച്ചു. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം തലശ്ശേരി ബിരിയാണിയാണ്. സോ അതിന് തലശ്ശേരി ബിരിയാണിയും വെച്ചു. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കോൾസിലൂടെ അല്ലെങ്കിൽ മെസ്സേജസിലൂടെ എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. എന്തായാലും താത്താടെ മക്കൾ ഇക്കടെ മോള് നിഹാല, ദൻഹാന, പിന്നെ റിഞ്ചു, അഫ്രി, മിന്നു ഇവരൊക്കെ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തരാറുണ്ട് കേട്ടോ. എന്തായാലും തലേ ദിവസം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഇടാനായിട്ട് മറന്നു. സോ അത് ഇടയ്ക്കൊന്ന് ഇട്ട് മിക്സ് ചെയ്തതാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ തലശ്ശേരി ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ചോറുണ്ടാക്കിയ ആ ഒരു പാത്രം തന്നെ എടുത്തു കേട്ടോ. നമ്മളെന്തായാലും പാലക്കാടൻ ബിരിയാണിയിൽ ശരിക്കും പാലക്കാട് ബിരിയാണി പറഞ്ഞാൽ ഈ ബിരിയാണി തന്നെയാണ് കേട്ടോ. ബിരിയാണിയിൽ നമ്മൾ റൈസൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ബിരിയാണിയെക്കുറിച്ച് പറയുമ്പോഴേ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരാളുണ്ട് കേട്ടോ, ഞങ്ങളുടെ നേനമ്മ, അതായത് എളാപ്പാടെ ഭാര്യ. അവരുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മട്ടൻ ബിരിയാണി, അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അവരുടെ അടുത്തൊക്കെ നമ്മൾ അടുത്തൂടെ പോകില്ല.
എന്തായാലും എൻ്റെ കിച്ചൻ്റെ കോലം എല്ലാവരുടെയും ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു അല്ലേ, പണിയെടുക്കുന്ന സമയത്ത് കിച്ചൻ്റെ കോലം. എന്തായാലും ഞാനതൊന്ന് ക്രോപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ആസ് യൂഷ്വൽ ഞാൻ എങ്ങനെയാണോ എൻ്റെ അടുക്കള അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം നമുക്ക് ദമ്മിടാനായിട്ടുള്ള വെള്ളം വറ്റി വന്നിട്ടുണ്ട്. സോ ഞാൻ പുതിനയും മല്ലിയിലയും ദെൻ നെയ്യൊക്കെ ഇട്ടിട്ട് അതിനെ ദം ചെയ്ത് വെച്ചു. ദം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ സമാധാനമാണ്. കുറച്ച് നേരം അതിനെ ഉപദ്രവിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് തനിയെ വെന്തുള്ളൂ അല്ലേ. എന്തായാലും അപ്പുറത്ത് മസാല ആവുന്നുണ്ടായിരുന്നുള്ളൂ. റൈസാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മസാല ഇത് മട്ടനാണ് കേട്ടോ. ഇവിടെ എന്താണ് ഉമ്മയൊന്നും ചിക്കൻ കഴിക്കാറില്ല. സോ ഉമ്മക്ക് വേണ്ടി മട്ടനാണ് ഉണ്ടാക്കിയത്. ഇങ്ങോട്ട് താമസം മാറിയ ശേഷമാണ് കേട്ടോ ഇങ്ങനെ പെരുന്നാളിന് കുറച്ചധികം ചോറ് വയ്ക്കുന്ന ആ ഒരു ഏർപ്പാട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അയൽപ്പക്കമൊക്കെ ആ ചേച്ചിമാർക്കൊക്കെ എൻ്റെ ബിരിയാണി, എൻ്റെ വീട്ടിൽ വേറെ ആരും വയ്ക്കുന്ന ബിരിയാണി കഴിക്കാത്തത് കൊണ്ടാവണം ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ കാഞ്ചന ചേച്ചിക്ക് വേണ്ടി നമ്മൾ പാക്ക് ചെയ്ത ഫുഡാണേ. ഞാനിങ്ങനെ പാക്ക് ചെയ്യും, എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കൊടുത്തയക്കും. ഉമ്മ കൊണ്ടുപോയി കൊടുത്തിട്ട് വരും. അപ്പോഴേക്കും ഞാനിത് തൊട്ട് പുറകിലുള്ള നമ്മുടെ രാധ ചേച്ചിക്ക് വേണ്ടിയുള്ള ബിരിയാണി പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അവിടെ 2 വീടൊക്കെ ഉണ്ട്. സോ ഞാൻ കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തിട്ട് അതിലേക്കായിട്ട് ഞാൻ ബിരിയാണി ഇട്ട് കൊടുത്തു കേട്ടോ. ഈ പറയുന്ന ചേച്ചിമാരെയൊക്കെ ഞാനിപ്പോൾ കാണാറില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ വർക്കിംഗ് ആണ്, ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ കാണാറില്ലെങ്കിൽ പോലും ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ അവർ മെസ്സേജിലൂടെ അവരെല്ലാവരും റിവ്യൂസ് അറിയിക്കാറുണ്ട്. ഈ ബിരിയാണിക്ക് സ്വല്പം എരിവ് കൂടിപ്പോയി എന്നായിരുന്നു കേട്ടോ ഒരു റിവ്യൂ കിട്ടിയത്. സാധാരണ കൊടുക്കാറുള്ള ബിരിയാണിയിൽ അത്ര എരിവ് ഞാൻ ഇടാറില്ല. എന്തായാലും കുറച്ച് മുളക് പൊടി കൂടിപ്പോയോ എന്നൊരു സംശയം. ചിക്കനിൽ ബിരിയാണിയിൽ അധികം ചിക്കൻ ഇല്ലാത്ത കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ എല്ലാവർക്കും ചില്ലി വെക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഇനി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പറഞ്ഞാൽ നമ്മളടുത്ത് ഒരു ക്ലോസ് ആയ ഒരാളുണ്ട്, നമ്മുടെ തൊട്ടടുത്തുള്ള ഗീത ചേച്ചി. ഉമ്മയുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി കൂടിയാണ് കേട്ടോ ഗീത ചേച്ചി. ഉമ്മക്ക് ഇടയ്ക്കൊക്കെ ബോറടിക്കുമ്പോൾ കമ്പനി കൊടുക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഗീത ചേച്ചിക്കും ഗീത ചേച്ചിയുടെ മരുമോളെ ആദ്യം എൻ്റെ ഫ്രണ്ടാണ്. അവർക്കും വേണ്ടിയുള്ള ചോറ് ഞാനത് ഈ കാസറോളാണ് കേട്ടോ ആക്കിയത്. പെരുന്നാളിന് നമ്മുടെ ഇടയിലുള്ള ഒരു ട്രെൻഡാണ് ഓർഡർ ചെയ്യുക അല്ലേ. ബിക്കോസ് സ്ത്രീകൾക്ക് നമ്മൾ വീട്ടമ്മമാർക്ക് കുറച്ച് റെസ്റ്റ് ആയിക്കോട്ടെ, പെരുന്നാൾ ആഘോഷിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൈ കൊണ്ട് വെച്ച് വിളമ്പി കൊടുക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ പെരുന്നാളിന് ഓർഡർ ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല. എന്തായാലും അവർക്കുള്ള ചോറും കൂടെ ആക്കി അതിൽ സലാഡും ആക്കി. ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ഒരു ചെറിയ പീസ് ചിക്കൻ ഉണ്ടോ, ബോൺലെസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പ്രാവശ്യം ഈ ബോൺലെസ് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സാമുട്ടിക്കും കൊടുത്തു, അതിൽ സലാഡും ആക്കിയിട്ട്. അപ്പോൾ അത് ഭദ്രമായിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചു. ഉമ്മ അത് കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ ഈ പെരുന്നാളും കടന്നു പോയിട്ടോ. ഇതൊക്കെയായിരുന്നു എൻ്റെ പെരുന്നാൾ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻ്റ് ആൻഡ് ലൈക്ക് ചെയ്യണേ. നമുക്ക് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.